വിഷ്ണു, രാത്രി വൈകിയും നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ യോഗങ്ങളും കൂടിക്കാഴ്ചകളും നടന്നിരുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ 10 മണിയോടെ സംയുക്ത സൈന്യത്തിന്റെയും അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും വാർത്താ സമ്മേളനം ഉണ്ടാകും. ഈ വാർത്താ സമ്മേളനത്തിലൂടെ സ്ഥിതിഗതികൾ കൂടുതൽ വ്യക്തമാകും. ആര്യ, തീർച്ചയായിട്ടും ഇന്നലെ വലിയ തലത്തിലുള്ള നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ ഭാഗത്തുനിന്ന് പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. BSF മേധാവിയുമായിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശയവിനിമയം നടത്തിയിരുന്നു. CISF DGയുമായിട്ട് അമിത്ഷാ ഒരു ആശയവിനിമയം നടത്തിയിരുന്നു. ഇതൊക്കെ തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ അതിർത്തി മേഖലകളിലെ സ്ഥിതിഗതികൾ, അവിടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നത്, അതോടൊപ്പം തന്നെ രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം കൂടിക്കാഴ്ചകൾ നടന്നിരിക്കുന്നത്. അതോടൊപ്പം ഇന്നലെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സൈനിക മേധാവികളുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. സംയുക്ത സൈനിക മേധാവിയുമായിട്ടും ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഇതിലൂടെയൊക്കെ തന്നെ കൃത്യമായിട്ട് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് സൈന്യത്തോട് പൂർണ്ണ സജ്ജമാവുക എന്നതാണ്. കാരണം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി കണ്ടതുപോലെയുള്ള നടപടികളാണ് ഇനിയും ഉണ്ടാകുന്നതെങ്കിൽ വലിയ തലത്തിലുള്ള സംഘർഷങ്ങളിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ ഇനിയും ഇതേ തലത്തിലുള്ള ഒരു പ്രകോപനം തന്നെയായിരിക്കും സൃഷ്ടിക്കുക. അതുകൊണ്ട് തന്നെ അതിന് ആ തലത്തിലുള്ള ഒരു പ്രത്യാക്രമണം മറുപടി നൽകേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി എല്ലാ സൈനിക വിഭാഗങ്ങളോടും സജ്ജമായിരിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇന്നലെ തന്നെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന്, ഡിഫൻസ് മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വന്നത്, ഇന്ത്യ എല്ലാ തരത്തിലും സജ്ജമായിട്ടാണ് ഇരിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങളുടെ സുരക്ഷയും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പരമാധികാരവും കാത്തുസൂക്ഷിക്കാൻ പൂർണ്ണ സജ്ജമാണ് സൈന്യം എന്നൊരു പ്രതികരണം ഇന്നലെ ഡിഫൻസ് മിനിസ്ട്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതോടൊപ്പമാണ് നാവികസേന കൂടി ഇന്നലെ രംഗത്തിറങ്ങിയിരുന്നു. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ കരസേനയും വ്യോമസേനയുമായിരുന്നു രംഗത്തുണ്ടായിരുന്നെങ്കിൽ ഇന്നലെയാണ് നാവികസേനയും രംഗത്തിറങ്ങി, കളത്തിലിറങ്ങി പാകിസ്ഥാന് മുകളിൽ വലിയ പ്രഹരമേൽപ്പിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇന്നലെ INS വിക്രാന്തിൽ നിന്നാണ് കറാച്ചി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക്, കറാച്ചി, പെഷവാർ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് ഒരു മിസൈൽ ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അപ്പോൾ അത്തരത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി, വലിയ വില കൊടുക്കേണ്ടി വന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കാശ്മീർ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒമർ അബ്ദുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഒമർ അബ്ദുള്ള ജമ്മുവിലേക്ക് പോവുകയാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇന്നലത്തെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഈ പാളിപ്പോയ ഒരു ആക്രമണത്തിൻ്റെ പാളിപ്പോയ ഡ്രോൺ അറ്റാക്കിൻ്റെയൊക്കെ തന്നെ സാഹചര്യം വിലയിരുത്തും. അതിനുള്ള യോഗങ്ങൾ ചേരും. ജമ്മുവിലേക്ക് പോവുകയാണ് എന്നതാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയ തലത്തിലുള്ള നടപടികൾ ഉണ്ടാകുമ്പോൾ എക്സ് അക്കൗണ്ടുകൾ വലിയ തോതിൽ ഇന്ത്യ നീക്കം ചെയ്യുന്നുണ്ട്. നിലവിൽ 8000-ത്തിലധികം അക്കൗണ്ടുകളാണ് ഇന്നലെ രാത്രി മാത്രം ഇന്ത്യ മരവിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ പാകിസ്ഥാനിലെ പല മന്ത്രിമാരുടെയും അക്കൗണ്ടുകൾ ഇന്ത്യ മരവിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ വലിയ തോതിലുള്ള വ്യാജ വാർത്തകളൊക്കെ തന്നെ പ്രചരിക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തിയ അക്കൗണ്ടുകളൊക്കെ തന്നെ ഇന്ത്യ മരവിപ്പിച്ചിരുന്നു. അതിൽ പ്രത്യേകിച്ച് പത്താൻകോട്ട് മേഖലയിലൊക്കെ ചാവേർ ആക്രമണം ഉണ്ടായി എന്ന തലത്തിലുള്ള വാർത്തകൾ ഇന്നലെ പ്രചരിച്ചിരുന്നു. അത് തികച്ചും അടിസ്ഥാനരഹിതമാണ്, വ്യാജ വാർത്തയാണ് എന്ന് സൈന്യം തന്നെ ഒടുവിൽ വിശദീകരിച്ചിരുന്നു. അത്തരം വ്യക്തത സൈന്യം വരുത്തിയിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സംഘർഷ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള വ്യാജ വാർത്തകൾ കൂടി, വ്യാജ പ്രചരണങ്ങൾ കൂടി നടക്കുന്നുണ്ട് എന്നതാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി
അത്തരം വ്യാജ പ്രചരണങ്ങൾ കൂടി സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നതും നിരീക്ഷിക്കുന്നുണ്ട് എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്നലെ വലിയൊരു പ്രകോപനം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടായെങ്കിലും അത് ഇരട്ടി പ്രഹരമായിട്ടാണ് പാകിസ്ഥാന് തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. അതിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ പാകിസ്ഥാൻ്റെ 3 യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ സൈന്യം തകർക്കുന്നു. മറ്റ് മിസൈലുകളടക്കം ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ പ്രയോഗിച്ചെങ്കിലും അതൊക്കെ തന്നെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. 8 മിസൈലുകളാണ് ഇന്ത്യ ശക്തമായി തന്നെ പ്രതിരോധിച്ചത്. അതോടൊപ്പം വിവിധ മേഖലകളിലാണ് പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്താനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ ഡ്രോൺ ആക്രമണങ്ങളെയും ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. അത്തരത്തിൽ ആ ഒരു പ്രത്യാക്രമണമാണ് പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട നഗരമേഖലകളിലൊക്കെ ഇന്നലെ കാണാൻ കഴിഞ്ഞത്. അത് ലാഹോർ, സിയാൽകോട്ട്, കറാച്ചി, പെഷ്വാർ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് ഇന്ത്യ വലിയ തോതിലൊരു പ്രത്യാക്രമണം നടത്തിയത്. ആ ഒരു പ്രത്യാക്രമണത്തിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ വസതിക്കടുത്തു പോലും ആക്രമണത്തിലേക്ക് ഇന്ത്യ മുതിർന്നത്. ഇതൊക്കെ തന്നെ പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുലച്ചു എന്ന് പറയേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് കനത്ത പ്രഹരം നേരിടുന്ന സാഹചര്യത്തിൽ തന്നെയാണ് പാകിസ്ഥാനകത്തും വലിയ തോതിലുള്ള ആഭ്യന്തര യുദ്ധം അത് ശക്തമാകുന്നത്. കാരണം നേരത്തെ തന്നെ പാകിസ്ഥാനകത്ത് ആഭ്യന്തര യുദ്ധത്തിനുള്ള സൂചനകൾ, കലാപത്തിനുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെയോട് കൂടിയാണ് ആഭ്യന്തര കലാപം ശക്തമായത്. നിലവിൽ പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയെ നീക്കം ചെയ്തിട്ടുണ്ട് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അസം മുനീറിനെയാണ് മാറ്റിയത്. അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്, പിടിച്ചു വച്ചിരിക്കുകയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അയാൾക്ക് പകരം മറ്റൊരാൾ ജനറൽ ഷംഷാദ് മിർസ പുതിയ മേധാവിയായി ചുമതലയേൽക്കും എന്ന റിപ്പോർട്ടുകളാണ് പാകിസ്ഥാനിൽ നിന്ന് വരുന്നത്. എന്തായാലും അതൊക്കെ തന്നെ അല്പസമയത്തിനകം അതിൽ ഒരു വ്യക്തത വരികയും ചെയ്യും. അത്തരത്തിൽ പാകിസ്ഥാൻ വലിയ ആഭ്യന്തര കലാപത്തിലേക്ക് പോകുമ്പോഴാണ് മറ്റൊരു ഭാഗത്ത് ബലൂചിസ്ഥാൻ്റെ തിരിച്ചടി, ബലൂചിസ്ഥാൻ്റെ ആക്രമണം പാക് സൈന്യത്തിന് നേരെ ഉണ്ടാകുന്നത്. ബലൂചിസ്ഥാൻ ഇന്നലെ രാത്രിയോടുകൂടിയാണ് കറ്റ്വ പിടിച്ചെടുക്കുന്നത്. ഏകദേശം രാത്രി 10-11 മണി ആ സമയത്തോടു കൂടിയാണ് കറ്റ്വ ഇത്തരത്തിൽ ബലൂചിസ്ഥാൻ BLA പിടിച്ചെടുക്കുന്നത്. ഈ കറ്റ്വയിൽ നിന്ന് പാക് സൈന്യത്തിന് പിന്മാറേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ആര്യ.